guys, welcome back to SHINZ Creation. Try ചെയ്യാൻ പോണം നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു വീഡിയോ ആണ് ട്ടോ. അപ്പോൾ നമ്മളെ കസിന്റെ അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ ഒക്കെ മാരേജ് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മാരേജിന് മാത്രമല്ല വാലന്റൈൻസ് ഡേക്കും അതുപോലെ വെഡിങ് ആനിവേഴ്സറിക്കും ഒക്കെ നമ്മുടെ പാർട്ട്ണറിന് നമുക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യാനും സർപ്രൈസ് ഒക്കെ കൊടുക്കാനും നമുക്ക് ഈ സംഭവം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിനി കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ടാട്ടോ നമ്മുടെ അടിപൊളി ഗിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് ഞാൻ 2 കാർഡ്ബോർഡ് ഒരുമിച്ച് ഒട്ടിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യണത്. കാരണം കുറച്ചുകൂടി കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ കുറച്ചുകൂടി കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ 2 പീസ് ഒരേ സൈസിലുള്ള 2 പീസസ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് എടുത്താലും മതി. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ആ ഒരു വൃത്തിയോടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ A4 ഷീറ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ 4 സൈഡിലും ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഒരുപാട് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അങ്ങനെ 4 സൈഡിലും ഒട്ടിച്ചാൽ ഒരു ഫ്രെയിം രൂപത്തിലാവുകയും ചെയ്യും, അതിന് നല്ലൊരു ടെക്സ്ചർ കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്കിനി ഒട്ടിച്ചിട്ട് നോക്കാം. അപ്പോൾ ഞാനിതൊക്കെ ഒട്ടിക്കുന്നത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മുടെ ഫ്രെയിം ഇവിടെ 4 സൈഡിൽ A4 ഷീറ്റൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കാർഡ്ബോർഡാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ, എന്നാൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണേ ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ ഫുള്ളായിട്ട് വൈറ്റ് പെയിൻ്റാണ് കേട്ടോ അടിക്കാൻ പോണത്. അപ്പോൾ ഒരു 2 കോട്ട് വൈറ്റ് പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് 2 കോട്ട് വൈറ്റ് പെയിൻറ്റ് അടിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കോട്ട് അടിക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകണം നമുക്ക് വുഡിൻ്റെ ആ ഒരു ടിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബേൺ ബ്രൗൺ കളറും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബ്രൗൺ കളറോട് നമ്മളിങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്കിങ്ങനെ ലൈൻസ് വരച്ചെടുക്കാം. അപ്പോൾ ഇനി ആദ്യം നമ്മൾ ജസ്റ്റ് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ശേഷമാണ് നമ്മൾ വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റും ബ്രൗണും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് നമുക്കിവിടെ വുഡിൻ്റെ ആ ഒരു തീം കിട്ടിയിട്ടുണ്ട്. ഞാൻ ലൈറ്റായിട്ടുള്ളൊരു കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബ്രൗൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ തന്നെ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ നമ്മൾ ഫോട്ടോ വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലാണ് നമ്മൾ ഡിസൈനൊക്കെ ചെയ്യാൻ പോകുന്നത്. എഴുതുന്നതും സംഭവങ്ങളും ഒക്കെ നമ്മൾ ഈ സൈഡിലാണ് കേട്ടോ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിൻ്റെ ലിഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ റൗണ്ട് വരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്കിളോ എന്തെങ്കിലുമൊക്കെ റൗണ്ടിലുള്ള ഷേപ്പുള്ള വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിനകത്താണ് നമ്മൾ നെയിം എഴുതാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ പെൻസിൽ കൊണ്ടൊക്കെ വരച്ചെടുത്തതിന് ശേഷം തിന്നായിട്ടുള്ളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അത് റൗണ്ട് ഒന്ന് വരച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രൗൺ കളർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പ് തന്നെ വരക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പൊക്കെ മാറ്റിയിട്ട് ഹേർട്ട് ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ റൗണ്ട് ഷേപ്പിനകത്ത് നമ്മൾ നെയിമൊക്കെ എഴുതിയിട്ട് അടിപൊളിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നെയിം ഞാൻ എഴുതിയത് ബ്ലാക്ക് മാർക്കർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ നെയിം എഴുതാനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈൽ അനുസരിച്ചിട്ട് ഒന്നുകൂടി ഭംഗിയാക്കിയിട്ടൊക്കെ എഴുതാം.
അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണേ ആ റൗണ്ട് ഷേപ്പ് ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാനിത് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ലീവ്സും കുറച്ച് ഫ്ലവേഴ്സൊക്കെയാണ് ഡിസൈൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഇങ്ങനെ ബ്രൗൺ കളറിലെ ലീവ്സും വൈറ്റ് കളറിലെ ഫ്ലവേഴ്സും ആണ് കേട്ടോ ഞാൻ കൊടുക്കാൻ പോണത്. അപ്പോൾ ഈ സംഭവങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രെയിം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഫ്ലവേഴ്സോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന ആ ഒരു ഫോട്ടോയ്ക്ക് മാച്ച് ചെയ്തിട്ടുള്ള എന്ത് സംഭവം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെഡ് കളർ ഡ്രസ് ഇട്ട ഫോട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹേർട്ട് ഷേപ്പുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാം. റെഡ് കളറിലെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇവിടെ അടിപൊളിയായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ അതിൻ്റെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ ഇപ്പം ഞാനിതിൽ ഹാപ്പി മാരീഡ് ലൈഫ് എന്നും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കോഡ്സൊക്കെ എഴുതിയിട്ട് ഒന്നും കൂടി ഭംഗിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഡിഫറെൻ്റ് ആക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ഐഡിയ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൽ വരുന്ന ഡിസൈൻസും സംഭവങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയ സംഭവം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ഡിസൈനും അതുപോലെ തന്നെ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളറൊക്കെ മാറ്റിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോക്ക് അനുസരിച്ചുള്ളൊരു തീം വെച്ചിട്ടാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇതൊരു റെഡ് കളർ ഡ്രസ്സൊക്കെയാണ് നമ്മൾ ഇട്ടിട്ടുള്ള ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലവിൻ്റെ തീം വെച്ചിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയിൽ ആരുടെങ്കിലും വെഡ്ഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മെഹന്തി ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം. അപ്പോൾ മെഹന്തി മാത്രമല്ല വോൾ ഡ്രോയിങ്, അതുപോലെ ഞാൻ ഇന്ന് ചെയ്ത വീഡിയോ ഗിഫ്റ്റിൻ്റെ സംഭവം അങ്ങനത്തെ ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ടേക്ക് കെയർ. താങ്ക് യു.